ഫോർമുല. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്താ പറയുന്നത്? ലെറ്റ് എഫ് ഓഫ് സെഡ് ബി എൻ അനലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി, then any point z naught in D and any simply closed path C in D that encloses z naught, f of z naught is equal to 2 pi I integral over C f of z divided by z minus z naught into dz. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ, z naught എന്ന് പറയുന്ന ഒരു സിംഗുലാരിറ്റി നമുക്ക് തന്ന ആ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കേർവ്സിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നമുക്ക് അറ്റേ പോയിന്റ് അവിടുത്തെ ആ ഒരു ഫംഗ്ഷൻ വാല്യൂ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് എന്ത്? കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കേർവിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് അനലറ്റിക് ആണെങ്കിൽ നമ്മുടെ കോഷീസ് തിയറം പ്രകാരം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 എന്ന് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെയും കൂടി മാറ്റി എഴുതാം. ഞാൻ കാണിച്ചു തരാം. നോക്കിയാട്ടെ, ഇതാ നമ്മുടെ 1/2 പൈ ഐ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓ സെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് ഈക്വൽ ടു എഫ് ഓ സെഡ് നോട്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക ജസ്റ്റ് അതിന്റെ ഇന്റഗ്രൽ കാണാൻ മാത്രമാണ്. അപ്പൊ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഇവിടെയുള്ള ഈ 1/2 പൈനെ ജസ്റ്റ് റിവേഴ്സ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓ സെഡ് നോട്ട് ഇൻറ്റു 2 പൈ ഐ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അതിനോട് ഈക്വൽ ആയിരിക്കും എന്ത്? നമ്മുടെ ആ ഒരു ഇന്റഗ്രൽ എഫ് ഓ സെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും നോക്കണ്ടു. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയോട് നമ്മുടെ ആ ഒരു തന്ന ഇന്റഗ്രലിനെ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓ സെഡ് എന്താന്ന് മനസ്സിലാവും, z നോട്ട് എന്ന് പറയുന്ന പോയിന്റ് എന്താന്ന് മനസ്സിലാവും. ഇനി എന്താന്ന് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ z നോട്ട് എന്ന് പറയുന്നത് നമുക്ക് തന്ന ആ ഒരു കേവിന്റെ ഉള്ളിലാണോ പുറമേ ആണോ ലൈ ചെയ്യുന്നതിനുള്ള കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. സപ്പോസ് അത് എന്താണ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ, അല്ലെ ഔട്ട്സൈഡ് ദി എന്താ നമുക്ക് തരുന്ന കേവ് ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 എന്ന് പറയാൻ പറ്റും. അഥവാ നമുക്ക് ആ തരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇന്റീരിയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ആ ഒരു അറ്റേ പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു എഫ് ഓ സെഡ് നോട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ഇൻറ്റു 2 പൈ ഐ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്റഗ്രൽ വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിനോ? ഒന്ന് പറഞ്ഞട്ടെ. നമ്മൾ എങ്ങനെയാ പ്രോബ്ലം ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞത് ക്ലിയർ ആയിനോ എല്ലാവർക്കും? ഇന്നലെ ഞാൻ പറയുന്നതാണ്. ക്ലിയർ ആയിനോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താ. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ട് എങ്ങനെയാ വരുന്നത്, ഓരോ പോയിന്റുകൾ എങ്ങനെയാ എടുക്കുന്നതിലെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ z മൈനസ് 2 ഡി സെഡ് വേർ മോഡ് z ഇസ് ഈക്വൽ ടു 1 നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെയോ z ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിലും സർക്കിളിലും നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ എന്ത് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്ന ആ ഒരു ഇന്റഗ്രലിന് നമ്മുടെ കോഷി ഇന്റഗ്രൽ ഫോർമുലയോട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പം എന്താ കിട്ടുന്നത്? ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നതാണ് എഫ് ഓ സെഡ്. അപ്പം ഇവിടെ എന്താണ്? ഇ റേസ് ടു സെഡ് ആണ് നമ്മുടെ എഫ് ഓ സെഡ് വരുന്നത്. പിന്നെ z മൈനസ് z നോട്ട് എന്ന് പറയുന്നത് z മൈനസ് 2 ഈക്വൽ ആണ്. അപ്പം z നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 2 ആയിരിക്കും. അപ്പം ഇത് സാധാരണ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഫ് ഓ സെഡ് ഇന്നതാണ് z നോട്ട് ഇന്നതാണെന്ന് പറയാൻ പറ്റുന്നത്. സപ്പോസ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഇന്റഗ്രൽ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ആക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ എന്താണ് ഈ ഒരു കോഷീസ് ഇന്റഗ്രലിനോട് കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതില്ലാതെ നമുക്ക് എന്ത് കിട്ടി? z നോട്ട് എന്ന് പറഞ്ഞതാണ് നമ്മുടെ സിംഗുലാർ പോയിന്റ് എന്ന് കിട്ടി. എഫ് ഓ സെഡ് എന്ന് പറയുന്നതാണ് ഇ റേസ് ടു z എന്നും കിട്ടി. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, ഈ 2 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഈ മോഡ് z ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ലൈ ചെയ്യുന്നത്? യൂണിറ്റ് സർക്കിളിന്റെ ഔട്ട്സൈഡ് ആണ് ലൈ ചെയ്യുന്നത്. അതായത് നമുക്ക് തരുന്ന ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു യൂണിറ്റ് സർക്കിളിന്റെ ഇന്റീരിയർ പോർഷനിൽ കംപ്ലീറ്റ് അനലിറ്റിക് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ കോഷീസ് തിയറം പ്രകാരം ഇന്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ z മൈനസ് z മൈനസ് 2 ഡി സെഡ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പ്രോബ്ലം കൺക്ലൂഡ് ചെയ്ത് ക്ലിയർ ആയിനോ? അറ്റ് മോഡ് z ഈക്വൽ ടു 1 ക്ലിയർ ആയിനോ? ഒന്ന് കമന്റ് ചെയ്താ. ഓക്കെ.
അപ്പം സെയിം വേ നമ്മൾ എന്ത് ചെയ്യുക, ഇനി മോഡ് സെറ്റ് ഈക്വൽ ടു 3 നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ മോഡ് സെറ്റ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താ, 3 റേഡിയസും 0 സെന്ററും ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ്. അപ്പൊ നമ്മുടെ ആ ഒരു സിംഗുലർ പോയിന്റ് ആയ 2 എന്തായാലും അതിന്റെ ഇൻസൈഡ് ആയിരിക്കും ബിലോ ചെയ്യുന്നുണ്ടാവുക, ഇൻസൈഡ് ആയിരിക്കും ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്താണ്, നമുക്ക് ആ ഒരു 2 എന്ന് പറയുന്ന പോയിന്റിൽ എന്തായാലും എന്താ ഒരു വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഈ കോശീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പം കോശീസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം ഞാൻ എന്ത് എഴുതി, എഫ് ഓഫ് 2, ഇവിടെ സെഡ് നോട്ടിന് പകരം 2 ആണ്, പിന്നെയോ 1/2πi ഇന്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 2 ഡി സെഡ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല എന്താ, ഞാനിപ്പോ ഈ സെലക്ട് ചെയ്ത ഭാഗം മാത്രമാണ്. അപ്പൊ ഞാൻ നേരത്തെ ഇക്വേഷൻ അതാ ഇങ്ങനെയും മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ, ഇങ്ങനെയുള്ള ആ ഒരു ഇന്റഗ്രലിനോട് എന്ത് ഈക്വൽ ആയിരിക്കും, എഫ് ഓഫ് സെഡ് നോട്ട് ഇൻറ്റു 2πi ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഈ 1/2πi ഇന്റഗ്രൽ ഓവർ ഇ റേസ് ടു സെഡ് ബൈ സെഡ് മൈനസ് 2 ഡി സെഡ് എന്ന് പറഞ്ഞതിന് ആദ്യം നമ്മൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ മാത്രം എന്താണെന്ന് നോക്കും. അപ്പം എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് ആണെന്ന് എനിക്ക് കമ്പയർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇ റേസ് ടു സെഡിന്റെ അകത്ത് എവിടെയാണോ സെഡ് ഉള്ളത് അവിടെ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സ്ക്വയർ എന്ന് കിട്ടി. പിന്നെന്താണ്, ഒരു 1/2πi, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ടേംസ് ആയ ഇന്റഗ്രൽ എല്ലാം അതുപോലെ തന്നെ. അപ്പം ഈ ഒരു സെലക്ട് ചെയ്ത ഭാഗത്തെ ആ ഒരു ഇന്റഗ്രലാണ് നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിട്ടുള്ളത്. അപ്പം അത് എന്ന് പറയുന്നത് 2πi ഇൻറ്റു ഈ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. കാരണം ഇത് നമുക്ക് ഈ സ്ക്വയർ ആണ് കിട്ടി. ഇനി ഈ 2πiനെ ഞാൻ ഈ ലെഫ്റ്റ് ഭാഗത്തെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു റൈറ്റ് ഭാഗം എന്ന് പറയുന്നത് എന്തായി, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ അതേ ഒരു ഇന്റഗ്രലിന്റെ ഫോമായി കിട്ടി. അപ്പൊ നമുക്ക് എന്താണ്, ആ ഒരു ഇന്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 2 ഡി സെഡ് എന്ന് പറയുന്നത് 2πi ഇൻറ്റു ഈ സ്ക്വയർ ആണെന്ന് കിട്ടി. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങള്? പ്രോബ്ലം ചെയ്തു വന്ന മെത്തേഡ് ക്ലിയർ ആയിനോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യേ, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യേ ക്ലിയർ ആയെന്നുള്ള കാര്യം. രണ്ട് കുട്ടികൾ മാത്രമാണല്ലോ എപ്പോഴും കമന്റ് ചെയ്യുന്നത്, ബാക്കി ആർക്കും ഒന്നും പറയാനില്ല. മനസ്സിലാവായിട്ടാണോ? ക്ലിയർ ആയതല്ലേ, ഓക്കെ. അപ്പം സെയിം നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഇനി കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സാമിന് യൂസ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. കാരണം കുറേ ടൈപ്പ് നമുക്ക് ഇങ്ങനെയുള്ള ഇന്റഗ്രേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങളോട് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ ചോദിക്കൂ. ഇവാലുവേറ്റ് ദി ഇന്റഗ്രൽ ഓൺ ഇന്ന ഒരു കർവ് എന്ന് മാത്രമേ തരൂ. അത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങളാണ് നോക്കേണ്ടത്. അപ്പം നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എഫ് ഓ സെഡ് അനലറ്റിക് ആണെങ്കിൽ, ത്രൂ ഔട്ട് അനലറ്റിക് ആണെങ്കിൽ അവിടെ കോഷീസ് തിയറം യൂസ് ചെയ്യാം. ത്രൂ ഔട്ട് അനലറ്റിക് അല്ലെങ്കിൽ ഒന്നുകിൽ ഇപ്പം നമ്മൾ ഈ ഒരു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പഠിക്കുന്നതുകൊണ്ട് ഇത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താ സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അത് നിങ്ങൾ ഏതാണോ പഠിച്ചാൽ അതിനനുസരിച്ച്. പിന്നെയോ ഇനി അടുത്ത വേറൊരു ഡെറിവേറ്റീവ് ഓഫ് അനലറ്റിക് ഫങ്ഷൻസ് എല്ലാം വരുന്നത്. അപ്പൊ അവിടെയെല്ലാം എന്താണ്, ജസ്റ്റ് ഇവാലുവേറ്റ് ദി ഇന്റഗ്രൽ എന്ന് മാത്രമേ ചോദിക്കൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ. അപ്പം ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ സെഡ് ക്യൂബ് മൈനസ് 6 ഡിവൈഡഡ് ബൈ 2z മൈനസ് i ഡി സെഡ് ഓൺ മോഡ് സെഡ് ഈക്വൽ ടു 1. അതായത് നമുക്കൊരു യൂണിറ്റ് സർക്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നമ്മളോട് ഈ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ നമ്മളെ ആ ഒരു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം നമുക്ക് തന്ന ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഫോമിലാണോ ആണോ? നിങ്ങൾ നോക്കിയാട്ടെ, സ്റ്റാൻഡേർഡ് ഫോമിലാണോ അല്ലയോ എന്നുള്ള കാര്യം. ഇവിടെ എന്താണ് 2z മൈനസ് ഐ എന്നുള്ളത്, ഇവിടെ z മൈനസ് സെഡ് നോട്ട് എന്നുള്ളത്. അതായത് ഇവിടെ ഒരു 2ന്റെ എന്താ പറയാ 2 എക്സ്ട്രാ ആയിട്ട് സെഡിന്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ആദ്യം ഈ ഒരു ഫംഗ്ഷനെ ആദ്യം നമ്മളെ സ്റ്റാൻഡേർഡ് ഫോമിലേക്കാക്കി മാറ്റണം. സ്റ്റാൻഡേർഡ് ഫോമിലേക്കാക്കി മാറ്റുമ്പോൾ ഡിനോമിനേറ്റർ ജസ്റ്റ് സെഡ് മൈനസ് സെഡ് നോട്ട് പറഞ്ഞ ഫോമിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പം ഇവിടെ എക്സ്ട്രാ വന്ന ആ ഒരു 2 കൂടി എങ്ങോട്ട് പോകും, നമ്മുടെ ന്യൂമറേറ്ററിനകത്തേക്ക് പോയിട്ട് എഫ് ഓ സെഡ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂല് ചേഞ്ച് വരും. അതെങ്ങനെയാ വരുന്നതിന്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ഇതാ ഇവിടെ ഞാൻ 2z മൈനസ് ഐ എന്ന് പറഞ്ഞ ഈ ഒരു ടേമിന് സെഡ് മൈനസ് സെഡ് നോട്ട് പറഞ്ഞ ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ ഒരു 2 ഔട്ട് സൈഡേക്ക് വരും അല്ലേ. ഇതാ നോക്കിക്കോളെ, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്
ഇന്റഗ്രൽ സെറ്റ് ക്യൂ മൈനസ് 6 ഡിവൈഡഡ് ബൈ 2z മൈനസ് ഐ ഇൻറ്റു ഡി സെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ന്യൂമറേറ്ററിനെ ഞാൻ ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ടോ ബാക്കി ഡിനോമിനേറ്ററിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഒരു സെഡിന്റെ കൂടെയുള്ള ടേമിനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എന്തും കൂടി വരും, ഒരു 2 ഔട്ട് സൈഡ് വരും അല്ലേ. കാരണം എന്താ, നമ്മുടെ ആ ഒരു വാല്യൂവിന് ചേഞ്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം 2നെ ഔട്ട് സൈഡേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്തു, z മൈനസ് ഐ ബൈ 2 എന്ന് ഞാൻ എഴുതി. അപ്പം താഴെ നമുക്ക് ഡിനോമിനേറ്ററിൽ z മൈനസ് ഐ ബൈ 2 എന്ന് പറയുന്ന ഫോമാണ് വേണ്ടത്. അത് ഞാൻ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. അങ്ങനെയാകുമ്പം എന്തിൻ്റെ ഒരു കൂടുതലുണ്ട് ഇവിടെ, 1/2 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്തു, അതിനെ ഞാൻ ന്യൂമറേറ്ററിൻ്റെ അകത്തേക്ക് അങ്ങ് കൊടുത്തു. ന്യൂമറേറ്ററിൻ്റെ അകത്തേക്ക് അങ്ങ് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്, ന്യൂമറേറ്ററിൻ്റെ അകത്തേക്ക് കൊടുക്കുമ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെറ്റ് ക്യൂബ് മൈനസ് 6ൻ്റെ അകത്ത് നിന്ന് മാറിയിട്ട് 1/2 ഇൻറ്റു സെറ്റ് ക്യൂബ് മൈനസ് 6 ആയിട്ട് മാറി. അപ്പം നമ്മുടെ വാല്യൂവിൽ നല്ല ചേഞ്ച് സംഭവിക്കും. കാരണം സെറ്റ് ക്യൂബ് മൈനസ് 6നെ നമ്മുടെ ആ ഒരു എന്താ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരു 1/2 എക്സ്ട്രാ ഒരു എഫ് ഓഫ് സെഡിന്റെ കൂടെ വന്നു. അപ്പം ഇപ്പൊ നമുക്ക് കിട്ടിയ എന്ത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു സെറ്റ് ക്യൂബ് മൈനസ് 6 ആണെന്ന്. എങ്ങനെയാ കിട്ടിയത്, നമ്മുടെ ആ ഒരു കോസ്റ്റീസ് ഇന്റഗ്രൽ ഫോർമുലയോട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇപ്പം എന്താ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കി ആ ഒരു ഇന്റഗ്രലിന്. അപ്പം മോൾ ഭാഗമാണ് എഫ് ഓ സെഡ് എന്ന് പറയുന്നത്, താഴെ ഭാഗം z മൈനസ് സെഡ് നോട്ട്. അപ്പം സെഡ് നോട്ട് എന്ന് പറയുന്നത് I/2 ആണെന്നും കിട്ടി, എഫ് ഓ സെഡ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു സെഡ് ക്യൂബ് മൈനസ് 6 ആണെന്നും കിട്ടി. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്ന് പറഞ്ഞാട്ടെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോന്ന്? ഓക്കെ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനുള്ള, ജസ്റ്റ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1/2 ഇന്റഗ്രൽ ഓവർ സെഡ് ക്യൂബ് മൈനസ് 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സെഡ് മൈനസ് ഐ ഡി സെഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് നോട്ടിന് ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, I/2 ആണ്. ആ I/2 എന്ന് പറയുന്നത് നമുക്ക് തന്ന ആ ഒരു എന്താണ് സർക്കിൾ, യൂണിറ്റ് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ലൈ ഇൻസൈഡ് ആണ്. അപ്പം ഇൻസൈഡ് ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ എന്താ സംഭവിച്ചത്, എഫ് ഓഫ് I/2 എന്ന് പറഞ്ഞത് 1/2 ഇൻറ്റു എവിടെയാണോ സെഡ് കാണുന്നത് അവിടെ I/2 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് I/2 ഹോൾ ക്യൂബ് മൈനസ് 6 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു I/2 എന്ന് പറഞ്ഞാൽ എന്താ, I ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ്. I ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് ഐയും പിന്നെയോ 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ എന്താണ് ഒരു 6 വരും. അപ്പം ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന്, നമുക്കിത് ഈ ഒരു പോർഷൻ ആണ് വേണ്ടത്. ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഇത് ഈ ഒരു 1/2πi ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് റിവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. അപ്പം 2πi പിന്നെയോ ബാക്കിയുള്ള ടേംസ് ഞങ്ങൾ അങ്ങനെ തന്നെ എഴുതുക. 1/2 ഇൻറ്റു മൈനസ് I/8 മൈനസ് 6, അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി എന്താണ്, ഇവിടെ ഒരു 2 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്തുണ്ട്, ഒരു πi ഉണ്ട്. πi അങ്ങനെ എഴുതി, ബാക്കി ഈ ഒരു ടേംസിനെ എന്താണ് അങ്ങനെ എടുത്ത് എഴുതി കൊടുത്തു. ജസ്റ്റ് ഇനി എന്ത് ചെയ്തു, ഈ പയ്യനെ ഞാൻ ആ ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു, 5/8. കാരണം I ഇൻറ്റു മൈനസ് ഐ എന്തായി മാറി, I² മൈനസ് 1 ആണ്. -1 ഇൻറ്റു I എന്ന് പറയുന്നത് -1 ഇൻറ്റു -1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 5/8 മൈനസ് 6πi എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആ തന്ന ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയിനോ എല്ലാവർക്കും? നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്ക്, എന്നിട്ട് ക്ലിയർ ആയിനോ അല്ലോ എന്നുള്ള കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യും. പ്രോബ്ലം ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്ത് തരുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് നോക്കുക.
ക്ലിയർ ആയോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്തോട്ടെ. ഓക്കെ. അപ്പൊ ഇനി ഇതേ ടൈപ്പ് വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇത് കുറച്ചൊരു എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ആണ്. നോക്കാം നമുക്ക് എങ്ങനെയാ വരുന്നത്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 1 ഡി സെഡ് ഓൺ മോഡ് z ഇസ് ഈക്വൽ ടു 2. നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട് വിത്ത് മോഡ് z ഈക്വൽ ടു, അതായത് റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിൾ തന്നിട്ടുണ്ട് വിത്ത് നമ്മളോട് എന്താ പറയുന്നത്, ഈ ഒരു ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാനാ പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ കോശീസ് ഇന്റഗ്രൽ ഫോമുല അങ്ങനെ എടുത്ത് എഴുതുക. 1/2πi ഇന്റഗ്രൽ എഫ് ഓ സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു എഫ് ഓ സെഡ് നോട്ട് എന്ന് പറയുന്ന ആ ഒരു കോശീസ് ഇന്റഗ്രൽ ഫോമുല അങ്ങനെ നമ്മൾ എടുത്തെഴുതി. എന്നിട്ട് നിങ്ങൾ നോക്കിയാട്ടെ, ഈ തന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലല്ല. കാരണം ഇവിടെ ഒരു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ട്. ദാറ്റ് മീൻസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താണ്, സെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന് വന്നു അല്ലേ. z is equal to ആണ്, z square equal to 1, this implies z is equal to plus or minus 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി, സിംഗുലാരിറ്റി കിട്ടി. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ 1ഉം -1ഉം എന്താണ്, നമ്മുടെ ഈ ഒരു മോഡ് z ഈക്വൽ ടു 2 എന്ന് പറയുന്ന ആ ഒരു സർക്കിളിന്റെ ഇന്റീരിയർ പാർട്ടിലാണ് ബിലോങ് ചെയ്യുക. കാരണം റേഡിയസ് 2 ആയതുകൊണ്ട് എന്താണ്, 1ഉം ബിലോങ് ചെയ്യും -1ഉം നമുക്ക് ബിലോങ് ചെയ്യും. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി എഴുതുമ്പം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ഫോം കീപ്പ് ചെയ്തുകൊണ്ട് ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമ്മുടെ ആ കോശീസ് ഇന്റഗ്രൽ ഫോമുലേന നമ്മൾ ജസ്റ്റ് എന്താക്കി മാറ്റി, ആ ഒരു ഇന്റഗ്രൽ പാർട്ട് മാത്രം ലെഫ്റ്റ് സൈഡ് വരുന്ന വിധത്തിൽ ഈ 2πiനെ ഇപ്പുറത്തെ ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈപ്പിലേക്ക് നമ്മൾ മാറ്റി എഴുതി കൊടുത്തു. അപ്പം ഇന്റഗ്രൽ എഫ് ഓ സെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഇൻറ്റു ഡി സെഡ് എന്ന് പറയുന്നത് 2πi ഇൻറ്റു എഫ് ഓ സെഡ് നോട്ട് ആണെന്ന് നമ്മൾ എഴുതി കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ സെഡ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന സെഡ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് z മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 1 എന്ന് മാറ്റി എഴുതി ബാക്കിയുള്ള ടേംസ് എല്ലാം അങ്ങനെ എഴുതി കൊടുത്തു. സെഡ് സ്ക്വയർ പ്ലസ് 1 ഡി സെഡ്. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി, നമ്മുടെ ആ ഒരു തന്ന ഫംഗ്ഷൻ നോക്കിക്കോ നിങ്ങൾ. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ തന്ന ഫംഗ്ഷൻ. അതിലെ ഈ ഒരു സെഡ് സ്ക്വയർ -1നെ ഞാൻ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 1 എന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ബാക്കി ടേംസ് എല്ലാം സെയിം ആയിട്ട് അങ്ങനെ എഴുതി കൊടുത്തു. അപ്പം ഇതാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു കോശീസ് ഇന്റഗ്രൽ ഫോമുലേനോട് ഈക്വൽ അല്ല. കാരണം എന്താ, ഇവിടെ ഒറ്റൊരു ടേം മാത്രമാണ് കോശീസ് ഇന്റഗ്രൽ ഫോമുലയിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ഇവിടെ എന്തായിട്ട് വരുന്നുണ്ട്, 2 ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് z മൈനസ് 1നെ ഡിനോമിനേറ്റർ ആയിട്ട് കീപ്പ് ചെയ്തതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യാം. സിമിലർ വേ z പ്ലസ് 1നെ ഡിനോമിനേറ്റർ ആക്കിയിട്ട് കീപ്പ് ചെയ്തതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യല്, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട്, അതായത് a ബൈ z മൈനസ് 1 പ്ലസ് b ബൈ z പ്ലസ് 1 ഈക്വൽ ടു മറ്റ് സംതിങ് എഴുതിയതിനു ശേഷം എൻ്റെയും ബിൻ്റെയും വാല്യൂ സെപ്പറേറ്റ് കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതലുണ്ടാവുക. നമ്മുടെ ആ ഒരു ലാപ്ലേസിന്റെ ഇക്വേഷനിലും പറയുന്ന സമയത്ത് നമ്മൾ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിട്ടില്ലേ ലാപ്ലേസ് ഇക്വേഷൻ. അപ്പൊ അവിടെയെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ഇന്റഗ്രൽ വാല്യൂ ഡിനോമിനേറ്ററിന്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം വരുന്ന സമയത്ത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് a ബൈ സംതിങ് പ്ലസ് b ബൈ സംതിങ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരുന്നു ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ അത് നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക മെത്തേഡിലേക്ക് കൂടി ചെയ്ത് നോക്കുക. ഇത് സിമ്പിൾ ആണ്. നമ്മൾ ഇങ്ങനെ എൻ്റെയും ബിൻ്റെയും വാല്യൂ ഒന്നും കണ്ടുപിടിക്കാൻ പോണ്ട. എന്ത് ചെയ്താൽ മതി, ഞാൻ ആദ്യം നമ്മുടെ ആ ഒരു സിംഗുലാരിറ്റി, അതായത് z ഇസ് ഈക്വൽ ടു 1ഉം z ഇസ് ഈക്വൽ ടു -1ഉം ആണ് നമ്മുടെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. രണ്ടും ബിലോങ് ചെയ്യുന്നത് ഈ തന്ന കേർവിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം രണ്ടും സെപ്പറേറ്റ് സിംഗുലാരിറ്റി വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു.
അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഒരു z+1 എന്ന് പറയുന്നത്, അതായത് z is equal to -1 എന്ന് പറയുന്ന ആ ഒരു സിംഗുലാരിറ്റീനെ ഞാൻ ഡിനോമിനേറ്ററിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് z+1 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വെച്ചിട്ട് ബാക്കി ഈ ടേംസിനെ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ന്യൂമറേറ്ററിന്റെ അകത്തേക്ക് അങ്ങ് കൊണ്ടുപോയി. എനിക്ക് ഡി സെറ്റ് കൊടുത്തു, ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തു. സിമിലർ വേ എന്താണ്, 1 ആണ് അടുത്ത സിംഗുലാരിറ്റി. അപ്പൊ ഈ ഒരു ടേമിനെ മാത്രം ഞാൻ ഡിനോമിനേറ്ററിൽ കീപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, ഇത് ഡിവൈഡഡ് ബൈ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ വാല്യൂലൊന്നും മാറ്റം സംഭവിക്കില്ല. കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും ഈക്വൽ തന്നെയാണ്. ഇത് രണ്ടും ഈക്വൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സെയിം വേ തന്നെയാണ്. ഇങ്ങനെ ഇതും ഈ ഒരു കാര്യവും ഈക്വൽ വാല്യൂസ് തന്നെയാണ്. നമ്മൾ എന്തേ മാറ്റിയിട്ടുള്ളൂ, നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു എഫ് ഓഫ് സെറ്റിനെ ജസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പം എന്ത് ക്ലിയർ ആയിനോ ഇങ്ങനെ പറഞ്ഞത്? ആ ഒരു സ്പ്ലിറ്റിങ്സ് ക്ലിയർ ആയിനോ നിങ്ങൾക്ക്? രണ്ട് പോയിന്റിലും നമുക്ക് എന്തുണ്ട്, സിംഗുലാരിറ്റി ഉണ്ട്. ആ സിംഗുലാരിറ്റി രണ്ടും ലൈ ചെയ്യുന്നത് നമുക്ക് തന്ന ആ ഒരു കേർവിനുള്ളിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ തന്ന ഇന്റഗ്രലിനെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം ആദ്യം ഒരു സിംഗുലാരിറ്റീനെ കീപ്പ് ചെയ്ത് വെക്കുക. ഇത് എന്തിനാ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോശീസിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കോശീന്റെ സ്റ്റാൻഡേർഡ് ഫോമിനോട് ഈക്വൽ ആയിരിക്കും. സിമിലർ വേ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, കോശീന്റെ സ്റ്റാൻഡേർഡ് ഫോമിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഇതാണ്, ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഇതാണ്. ബാക്കി സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞ ഇതാണ്, ഇവിടെ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞ ഇതാണ്. ഈ ഒരു സ്പ്ലിറ്റിംഗ് ക്ലിയർ ആയിനോ എല്ലാവർക്കും? സ്പ്ലിറ്റിങ്സ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയേ നിങ്ങൾ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു കോശി ഇന്റഗ്രൽ ഫോമുലനോട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി, അതേപോലെ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി നമുക്ക് എന്തേ വേണ്ടു, ഇങ്ങനെയുള്ള ഒരു ഇന്റഗ്രൽ വാല്യൂവിന്റെ കൂടെ ഈക്വൽ ആയിരിക്കും എന്ത്, 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട്. അപ്പം ഇവിടുത്തെ സെഡ് നോട്ട് എന്ന് പറയുന്നത് -1ഉം ഇവിടുത്തെ സെഡ് നോട്ട് എന്ന് പറയുന്നത് 1ഉം. അപ്പൊ 2πi എന്ന് പറയുന്ന ടേമിനെ ഞാൻ കോമൺ ആയിട്ട് വെച്ചു. കാരണം ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 2πi വരും, ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 2πi വരും. അപ്പൊ 2πi ഇൻറ്റു എന്താ, ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് z² + 1 ഡിവൈഡഡ് ബൈ z−1 ആണ്. അറ്റ് z is equal to -1. സിമിലർ വേ ഇവിടെ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം z² + 1 ഡിവൈഡഡ് ബൈ z+1 അറ്റ് z is equal to 1. ഇനി എന്തേ ചെയ്യേണ്ടു, 2πi ഔട്ട് സൈഡ് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ തന്ന ഫംഗ്ഷനെ ഈ z is equal to -1 എന്ന് പറയുന്ന വാല്യൂ എവിടെയാണോ z കാണുന്നത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിമിലർ വേ ഇവിടെയോ z കാണുന്നിടത്തെല്ലാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ -1² + 1 ഡിവൈഡഡ് ബൈ -1 വരും. ഇവിടെയോ 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 വരും. അതായത് എന്താ നമുക്ക് കിട്ടിയത്, 2πi ഇൻറ്റു ഇതെന്താണ്, -1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആകും, 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. 2 ഡിവൈഡഡ് ബൈ -2 പ്ലസ് ഇവിടെയോ 2/2 എന്ന് പറയുന്നത് 2/2 അങ്ങനെ എഴുതി കൊടുത്തു. ഇതെന്താണ്, -1 ആണെന്ന് നമുക്കറിയാം, ഇത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പം 2πi ഇൻറ്റു 0 എന്ന് വരും, ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എല്ലായിടത്തും തന്ന ഫംഗ്ഷൻസിനെ എന്ത് ചെയ്യുക, മാറ്റിയിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കിയതിന് ശേഷം എഫ് ഓ സെറ്റിനെ അതിൻ്റെ അകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആയിനോ ഈ ഒരു പ്രോബ്ലം ചെയ്തത്? നമ്മളിപ്പോൾ 3 ടൈപ്പ് പ്രോബ്ലം പറഞ്ഞു. സെയിം കോശീസ് ഇന്റഗ്രൽ ഫോമുല യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന പ്രോബ്ലം പറഞ്ഞത്. പക്ഷേ എന്താണ്, 3ഉം ഡിഫറെന്റ് ടൈപ്പിലാണ് പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട്, പിന്നെന്തോ ഒന്ന് ഒറ്റൊരു സിംഗുലാർ പോയിന്റ് ഉള്ളൂ, പക്ഷേങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല തന്നത്. പിന്നെ അടുത്തതിൻ്റെ അകത്ത് 2 സിംഗുലാർ പോയിന്റ് ആണുള്ളത്, അതിനെ നമ്മൾ ജസ്റ്റ് മാറ്റി എഴുതി. അപ്പം ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിനോ? ഇന്ന് പഠിപ്പിച്ചെന്ന ഇത്രയും പ്രോബ്ലംസ് ക്ലിയർ ആയിനോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്യേ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. സിമ്പിൾ പ്രോബ്ലം ആണ്, നോക്കിയട്ടെ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ z² + 1 ഡിവൈഡഡ് ബൈ z−1 ഇൻറ്റു z+1 dz ഓൺ മോഡ് z−1 ഈക്വൽ ടു 1. അതായത് മോഡ് z−1 ഈക്വൽ ടു 1. എന്താ അതിന്റെ മീനിങ്?
സെന്ററും 1, റേഡിയസും 1, അങ്ങനെയുള്ള ഒരു സർക്കിളിലാണ് നമ്മളോട് ഈ ഒരു ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. അതായത് സെന്റർ 1, റേഡിയസ് 1, അങ്ങനെയുള്ള ഒരു സർക്കിൾ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുക? നമ്മുടെ ഡിനോമിനേറ്ററിൻ്റെ അകത്ത് z-1 എന്ന് പറയുന്ന ആണ് എന്താണ് സിംഗുലാർ പോയിന്റ് ആയിട്ട് വരുന്നത് അല്ലേ? അത് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് സിംഗുലാർ പോയിന്റ് ആയിട്ട് വരുന്നത്? 1ഉം -1ഉം. പക്ഷേ എന്താണ് അവിടെ 1 പറയുന്ന ആ ഒരു പോയിന്റ് ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ബിലോങ് ചെയ്യും. -1 പറഞ്ഞത് ഏകദേശം ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അതെന്തല്ല, സർക്കിളിന്റെ അകത്ത് ബിലോങ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്, ആകെ ഒരു സിംഗുലാർ പോയിന്റ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മറ്റേ ആ ഒരു സിംഗുലാർ പോയിന്റ് നമ്മൾ അങ്ങ് ലീവ് ചെയ്ത് വിട്ടേക്കാം. അപ്പൊ നിങ്ങൾ നോക്ക് ഇവിടെ എന്താ നോക്കിയാട്ടെ, 1 belongs to the circle mod z-1 equal to 1 and -1 does not belongs to the circle mod z-1 equal to 1. അപ്പൊ നമുക്ക് ഇനി എന്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി? നമ്മുടെ ആ ഒരു ഡിനോമിനേറ്ററിനെ z-1 ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കുക. കാരണം 1 ആണ് നമ്മുടെ സിംഗുലാർ പോയിന്റ്. അപ്പൊ അതിനെ ഡിനോമിനേറ്റർ ആക്കി വെച്ചതിന് ശേഷം ബാക്കി എന്താണോ വരുന്നത് അതിനെ നമ്മൾ ജസ്റ്റ് ന്യൂമറേറ്ററിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പം ഇന്റഗ്രൽ z² + 1 ഡിവൈഡഡ് ബൈ z+1 ഡിവൈഡഡ് ബൈ z-1 ഇൻറ്റു dz എന്നായി നമ്മുടെ ആ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കോശിന്റെ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ സെലക്ട് ചെയ്ത ഭാഗം FOZ ആയിട്ടും ഈ 1 പറയുന്നത് Z0 ആയിട്ടും നമുക്ക് കിട്ടും. അപ്പൊ ഇനി എന്തേ ചെയ്യണ്ടു? ദിസ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എന്താണ് z² + 1 ഡിവൈഡഡ് ബൈ z+1 അറ്റ് z ഇസ് ഈക്വൽ ടു 1 വരും അല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു 1 പറഞ്ഞ വാല്യൂ എവിടെയൊക്കെയാണോ z കാണുന്നത് അവിടെയൊക്കെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം 2πi ഇൻറ്റു 1 + 1 ഡിവൈഡഡ് ബൈ 2 വരും. ദിസ് ഇസ് ഈക്വൽ ടു 2πi നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയിനോ ഈ ഒരു പ്രോബ്ലം ചെയ്തത്? ക്ലിയർ ആണോ? ഇതൊന്ന് ജസ്റ്റ് സ്ക്രീനിൽ നോക്കിക്കോ. സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്? നമ്മൾ ഇത്ര കാര്യം ചെക്ക് ചെയ്യേണ്ടു. നമുക്ക് ആദ്യം FOZ എന്താണ് നമ്മുടെ ആ ഒരു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് അതൊന്ന് കമ്പയർ ചെയ്തതിന് ശേഷം FOZ എന്താന്ന് നോക്കുക, Z0 എന്ന് പറയുന്ന പോയിന്റ് ഏതാന്ന് നോക്കുക. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് തരിക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തിക്കാം. പിന്നെ ജസ്റ്റ് അതിനകത്തേക്ക് വാല്യൂ ഇട്ട് കൊടുക്കുകയേ വേണ്ടൂ. ക്ലിയർ അല്ലേ? ഈ ഒരു പ്രോബ്ലം ചെയ്തതൊന്ന് കമന്റ് ചെയ്തട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞട്ടെ, ക്ലിയർ ആണോ ക്ലിയർ ആയിട്ടില്ല എന്നുള്ള കാര്യം. ഓക്കെ. അപ്പം ഇനി നമ്മുടെ അടുത്തൊരു സെക്ഷനിലേക്കാണ് കടക്കുന്നത്. ഇതിന്റെ ഒരു ജനറൽ കേസിലേക്കാണ് പോകുന്നത്. അപ്പം ജനറൽ കേസ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. FOZ എന്ന് പറയുന്നത് അനലിറ്റിക് ഇൻ എ ഡൊമൈൻ D ആണെങ്കിൽ then it has a derivative of all orders in D which are also analytic functions in D. The values of these derivatives at the point Z0 in D are given by the formula എന്ന് വെച്ച് 2-3 ഫോർമുല തന്നിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ഇത്ര നേരം ഒരു ഫംഗ്ഷൻ FOZ എടുത്തു, അത് നമ്മുടെ ഡൊമൈനിൽ അനലിറ്റിക് ആണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള അനലിറ്റിക് പോയിന്റുകൾ, അനലിറ്റിക് ഫംഗ്ഷൻസുകളെ ഡെറിവേറ്റീവ്സുകൾ അവിടെ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. തന്നെ ഏതാണോ ഡൊമൈൻ അവിടെ നമ്മുടെ ആ ഒരു അനലിറ്റിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ആ ഡെറിവേറ്റീവ് എന്ത് തന്നെയായിരിക്കും? അനലിറ്റിക് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ അനലിറ്റിക് ഫംഗ്ഷൻസിന് എന്തുണ്ട്? അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിൽ വാല്യൂസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഡെറിവേറ്റീവ്സിന് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിന് ഏത് ഡെറിവേറ്റീവ് ആയിക്കോട്ടെ, ഫസ്റ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് ആയിക്കോട്ടെ, തേർഡ് ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഡെറിവേറ്റീവ്സിനെ നമ്മൾ ഒരു ഇക്വേഷൻ, അതായത് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ കേസിൽ f'(z0) എന്ന് പറയും. അതിനാണ്, അതായത് f' എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ അറ്റ് Z0 എന്ന് പറയുന്ന പോയിന്റിലെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് 1/2πi ഇന്റഗ്രൽ ഓവർ c z-z0 dz. അതായത് ഇവിടെ 1 വരുമ്പം നമ്മുടെ ആ ഒരു സിംഗുലാരിറ്റിക്ക് ഒരു സ്ക്വയർ വരും. ഇനിയോ f'(z) എന്ന് പറയുമ്പം Z0 എന്ന് പറയുമ്പം ഇവിടെ ഒരു ഏതാണോ നമ്മുടെ ഡെറിവേറ്റീവ്, ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പം സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ബാക്കിയെല്ലാം സെയിം തന്നെ. പിന്നെ എന്ത് വരും? നമ്മുടെ ആ ഒരു സിംഗുലാർ പോയിന്റിന് ഇപ്പം ഇവിടെ 2 ആയതുകൊണ്ട് 2 + 1 3 ഇവിടെ വരും.
അതായത് ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഇത് nth ഡെറിവേറ്റീവ്. ഇപ്പൊ ഇവിടെ n വരുമ്പം ഇവിടെ n ഫാക്ടോറിയൽ വരും, ഇവിടെ n+1 വരും. ദാറ്റ് മീൻസ് f റൈസ് ടു n ഓഫ് z നോട്ട് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2πi ഇന്റഗ്രൽ ഓവർ c f of z dz ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് ഹോൾ റൈസ് ടു n+1 where n is equal to 1 to etc n 1 to etc എന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെയോ സി എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് തന്നെയായിരിക്കും. സെഡ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും. അത് ഈ ഒരു സി എന്ന് പറയുന്നത് എൻക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഇത്രയാണ് നമ്മുടെ എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എൻ അനലിറ്റിക് ഫംഗ്ഷന്റെ കേസിലുള്ള കോഷീസ് ജനറൽ ഇന്റഗ്രൽ ഫോർമുല പറയുന്നത്. പറഞ്ഞത് ക്ലിയർ ആയിനോ എല്ലാവർക്കും? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. വായിച്ചു നോക്കിയിട്ട് പറഞ്ഞത് ക്ലിയർ ആയിനോ എന്നുള്ള കാര്യം ഒന്ന് പറയും. വായിച്ചു നോക്കട്ടോ നിങ്ങൾ. ക്ലിയർ ആയിനോ എല്ലാവർക്കും പറഞ്ഞത് ഡെറിവേറ്റീവ് ഓഫ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ? ഓക്കെ. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇന്ന് അതും കൂടി പറയാനേ നേരം ഉണ്ടാവും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നോക്കിയാട്ടെ നിങ്ങൾ. ഇവിടെ ഇന്റഗ്രൽ cos z ഡിവൈഡഡ് ബൈ z മൈനസ് പൈ എ സ്ക്വയർ ഡി സെഡ് എനി കോണ്ടൂർ എൻക്ലോസിങ് പൈ എ. അതായത് നമുക്കൊരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അതിൽ സി എന്ന് പറഞ്ഞ എന്താണ്, പൈ ഐ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ എൻക്ലോസ് ചെയ്യുന്ന ഏതൊരു കേവ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കേവ്സുകളാണ് നമുക്ക് സി ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആ ഒരു കോഷീസ് ജനറൽ ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ, എൻ ഫാക്ടോറിയൽ ബൈ 2πi ഇന്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു n+1 ഇൻറ്റു എഫ് റേസ് ടു n ഓഫ് സെഡ് നോട്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഇന്റഗ്രൽ വാല്യൂസുകളെ കാണാൻ ചോദിക്കും. അപ്പം ഈ ഒരു ഇക്വേഷൻ, അതായത് ഇത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നേരത്തെ ജസ്റ്റ് 2πi മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ എന്ത് വരും, എഫ് റൈസ് ടു n ഓഫ് സെഡ് നോട്ട് ഇൻറ്റു 2πi ബൈ n ഫാക്ടോറിയൽ മതി ഈ ഭാഗത്തേക്ക് മാറും. അപ്പൊ നിങ്ങൾ ഈ ഒരു രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് നോക്കുക. ഈ ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷൻ്റെയും ഈ ഇന്റഗ്രൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇത് n+1, ഇവിടെ എന്താണ് 2. അതായത് n+1 ഈക്വൽ ടു 2 ആണ്. ദിസ് ഇംപ്ലൈസ് n ഇസ് ഈക്വൽ ടു 1 ആണ്. പിന്നെ എന്തുണ്ട്, ഒരു എഫ് ഓ സെഡ് നോട്ട് എഫ് ഓ സെഡ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ് സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് നമുക്ക് n എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ആ തന്ന ഫംഗ്ഷൻ കാണുക. പിന്നെയോ അതിന് ഏതാണോ നമ്മുടെ ആ ഒരു സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് 2πi ഡിവൈഡ് ബൈ n ഫാക്ടോറിനോട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, 1/2πi ഞാൻ ഇനി ഈ ഇക്വേഷൻസ്, അതായത് നമ്മുടെ ജനറൽ ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മുടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. 1/2πi, കാരണം n എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. ബാക്കി 2πi ഇന്റഗ്രൽ കോസ് എഫ് ഓ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് പൈ ഐ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി സെഡ്. ഇവിടെ എക്സ്ട്രാ എന്നോട് ഡി സെഡ് ഇട്ട് പോയിട്ടുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം സെഡ് മൈനസ് പൈ ഐ ഹോൾ സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്നാ പറയാ, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട്. അപ്പൊ നമ്മുടെ എഫ് എന്ന് പറയുന്നത് കോസ് സെഡ് ആയതുകൊണ്ട് കോസ് സെഡിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ അകത്ത് നമ്മുടെ ആ ഒരു ലിമിറ്റ്, നമ്മുടെ ആ ഒരു സിംഗുലാർ പോയിന്റ് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കോസ് സെഡിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് സൈൻ സെഡ് അറ്റ് പൈ ഐ. അപ്പം മൈനസ് സൈൻ പൈ ഐ എന്ന് വരും. ഇനി നിങ്ങൾക്ക് എന്താ അറിയാ, സൈൻ പൈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സൈൻ എച്ച് പൈ എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു റിസൾട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഈ ഒരു നെഗറ്റീവിന് അങ്ങനെ ഇവിടെ എഴുതുക. സൈൻ പൈ ഐന് എന്ത് എഴുതാം? ഐ സൈൻ എച്ച് പൈ എന്ന് മാറ്റി എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പോർഷൻ മാത്രം എന്തായിരിക്കും? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇന്റഗ്രൽ കോസ് സെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് പൈ ഐ ഹോൾ സ്ക്വയർ ഡി സെഡ് എന്ന് പറയുന്നത് ഇതാ ഇവിടെയുള്ള ഈ 2π/നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാന്ന്. അപ്പോൾ മൈനസ് ഐ ഇവിടെ ഓൾറെഡി ഉണ്ട്. 2π/നെ ഞാൻ കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സൈൻ എച്ച് പൈയും ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം ഈ ഒരു മൈനസ് ഐയും സോറി ഈ ഒരു ഐയും ഈ ഒരു മൈനസ് ഐയും കൂടി മൈനസ് ഐ സ്ക്വയർ ആകും. ബാക്കിയുള്ള ടേംസിന് അങ്ങനെ അവിടെ എഴുതും. ഇനി ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് -1 ആണെന്നറിയാം. ആ മൈനസും ഇവിടുത്തെ മൈനസും കൂടി പ്ലസ് ആയി പോകും. അപ്പോൾ ടോട്ടൽ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് 2π സൈൻ എച്ച് പൈ ആയിട്ട് കിട്ടും. ക്ലിയർ ആയിനോ പറഞ്ഞത്? ഈ ഒരു പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയിനോ? നമ്മുടെ ജനറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറയും ക്ലിയർ ആയിനോ ഇല്ലോ എന്നുള്ള കാര്യം. ക്ലിയർ ആയിനോ? ഒന്ന് പറഞ്ഞാട്ടെ ക്ലിയർ ആയിനോ എന്നുള്ള കാര്യം. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്തെടുക്കാം. എല്ലാവർക്കും ക്ലിയർ ആയോ? രണ്ട് കുട്ടികൾക്ക് മാത്രമാണോ? ബാക്കിയുള്ളവരൊന്നും കമന്റ് ചെയ്യാത്ത എന്താ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ആന്ന് പറഞ്ഞാട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ 2 പ്രോബ്ലം കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതിനുശേഷം അടുത്ത സെക്ഷനും സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ ആ ഒരു മൊഡ്യൂള് 4 കവർ ചെയ്തു ഏകദേശം. ഒരു സെക്ഷനും കൂടി കഴിഞ്ഞാൽ ഏകദേശം കവർ ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസും കൂടി നോക്കി കഴിഞ്ഞാൽ എല്ലാം എന്താ പറയാ കിട്ടുന്നു. അപ്പോൾ ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാട്ടെ. റോൾ നമ്പർ 1 2 3 6